സാഹിത്യകാരൻ കെ സച്ചിദാനന്ദന് വധഭീഷണി. സച്ചിദാനന്ദനെ ആക്രമിക്കുമെന്നാണ് ഭീഷണി വന്നിരിക്കുന്നത്. കാൽ വെട്ടുമെന്നാണ് ഭീഷണി. കാൽ വെട്ടുമെന്ന് കത്ത് ലഭിച്ചതായും സച്ചിദാനന്ദൻ പറയുന്നു. കൂടുതൽ വിവരങ്ങളുമായി ബനീഷ് ചേരുന്നുണ്ട്. ബനീഷ്, ഇപ്പോൾ സാഹിത്യകാരൻ കെ സച്ചിദാനന്ദന് വധഭീഷണി വന്നിരിക്കുന്നു. സച്ചിദാനന്ദന് നേരെ നേരത്തെയും വലിയ രീതിയിലുള്ള ഒരു വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ വധഭീഷണി വന്നിരിക്കുന്നു എന്നൊരു വാർത്തയാണ് ലഭിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? കേരളത്തിൽ LDFനെ സംബന്ധിച്ചിട്ട് തുടർഭരണം എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിൻ്റെ അപജയത്തിന് കാരണമാകുമെന്നുള്ള വിമർശനം ഉന്നയിച്ചതിൻ്റെ പിറകെ പല രീതിയിലുള്ള വിമർശനങ്ങൾ LDFൻ്റെ ഭാഗത്തു നിന്നും നേതാക്കളുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ കേരള സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷൻ കൂടിയായ പ്രമുഖ സാഹിത്യകാരനായ കവിയായ ഡോക്ടർ കെ സച്ചിദാനന്ദന് നേരെ ആക്രമണ ഭീഷണി വന്നിരിക്കുന്നത്. കാൽ വെട്ടിക്കളയുമെന്നുള്ള ഭീഷണിയാണ് ലഭിച്ചിരിക്കുന്നത്. ഒരു കത്തിലൂടെയാണ് ഈ ഭീഷണി ലഭിച്ചിരിക്കുന്നത്. ഇന്നലെയാണ് സച്ചിദാനന്ദന് ഈ കത്ത് ലഭിച്ചത്. ഈ കത്ത് ലഭിച്ച കാര്യം സച്ചിദാനന്ദൻ പുറത്തുവിടുന്നത് മറ്റൊരു ഫേസ്ബുക്ക് കുറിപ്പിന് നൽകുന്ന പ്രതികരണത്തിലൂടെയാണ് ആ കാര്യം പുറത്തു വരുന്നത്. ഈ ഒരു വിഷയം അദ്ദേഹം പുറത്ത് പറയാതെ ഇരിക്കുകയായിരുന്നു. മറ്റൊരു ഫേസ്ബുക്ക് കുറിപ്പിന് മറുപടിയായി നൽകിയ കമൻറ്റിലാണ് സച്ചിദാനന്ദൻ തനിക്ക് ഈ പറയുന്ന വധഭീഷണി അല്ലെങ്കിൽ ആക്രമണ ഭീഷണി ലഭിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം സൂചിപ്പിച്ചിരിക്കുന്നത്. കാൽ വെട്ടിക്കളയുമെന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വ്യാപകമായിട്ടുള്ള വിമർശനം ഉന്നയിക്കുകയുണ്ടായി. സച്ചിദാനന്ദൻ ഇടതുപക്ഷത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള മൂന്നാം ഭരണം ലഭിക്കുക എന്ന് പറയുന്നത് ആ പാർട്ടിയെ അപജയത്തിലേക്ക് കൊണ്ടുപോകും. തൻ്റെ വിമർശനം മനസ്സിലാക്കാൻ കഴിയാത്തത് വിഡ്ഢികൾക്കാണ് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. ബംഗാളിന് തുല്യമായ അവസ്ഥയിലേക്ക് മാറുമെന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ വേണം ഈ കാൽവെട്ടൽ ഭീഷണിയെ കാണേണ്ടത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നർത്തകിയും അതേപോലെ തന്നെ കവിയുമായ ഡോക്ടർ സംപ്രീത കേശവന് നേരെ കഴിഞ്ഞ ദിവസം തിരുവല്ലയിൽ നൃത്താവതരണത്തിനിടെ ഒരു മോശം പ്രതികരണം നേരിടേണ്ടി വരികയുണ്ടായി. സംപ്രീത എഴുതിയ ഫേസ്ബുക്ക് കുറിപ്പിന് നൽകിയ കമൻറ്റിലാണ് സച്ചിദാനന്ദൻ തനിക്ക് കഴിഞ്ഞ ദിവസം ഭീഷണി കത്ത് ലഭിച്ച കാര്യം സൂചിപ്പിച്ചിരിക്കുന്നത്. അതായത് ആ തിരുവല്ലയിലെ ക്ഷേത്രോത്സവത്തിനിടെ സംപ്രീത കേശവൻ അവതരിപ്പിച്ച നൃത്തത്തിനിടെ അവിടെ ഉണ്ടായിരുന്ന സംഘാടകരിൽ ഒരാളുടെ ഭാഗത്തു നിന്ന് മോശം പ്രതികരണമുണ്ടായി. ആ മോശം പ്രതികരണം തനിക്ക് അനുഭവിക്കേണ്ടി വന്നു എന്ന് സൂചിപ്പിച്ചുകൊണ്ട് കവയിത്രി കൂടിയായ നർത്തകിയായ സംപ്രീത കേശവൻ ഫേസ്ബുക്കിൽ എഴുതിയപ്പോൾ ഇതിനേക്കാളും വലിയ എത്രയോ ഭീഷണി സന്ദേശങ്ങളിലൂടെയും വധഭീഷണികളിലൂടെയുമാണ് താൻ ഈ കാലത്തുടനീളം പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ഇന്നലെ കൂടി ഒരു ആക്രമണ ഭീഷണി ലഭിച്ചു, കാൽ വെട്ടിക്കളയുമെന്ന് തൻ്റെ നേരെ ഭീഷണി സന്ദേശം ലഭിച്ചു എന്നുള്ള കാര്യം സച്ചിദാനന്ദൻ സൂചിപ്പിച്ചിരിക്കുന്നത്. സച്ചിദാനന്ദൻ്റെ ആ മറുപടി ഇങ്ങനെയാണ്. സംപ്രീതയ്ക്ക് നേരെ ഉണ്ടായ ആ മോശം പ്രതികരണത്തോട് പ്രതികരിച്ചുകൊണ്ട് സച്ചിദാനന്ദൻ എങ്ങനെ എഴുതുന്നു: സാരമില്ല കുട്ടി, 60 വർഷം കവിത എഴുതിയും ലോകത്തോട് രാഷ്ട്രീയ തത്വങ്ങൾ പറഞ്ഞും ജീവിച്ച എനിക്ക് ഇന്നലെ കിട്ടിയത് കാൽ വെട്ടും എന്ന കത്താണ്. ഇതാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ നിലവാരം. വലതുപക്ഷം പണ്ടേ നിരക്ഷരപക്ഷമാണ്, ഇപ്പോൾ പക്ഷവ്യത്യാസമില്ല. പക്ഷേ ഇതൊന്നും കൗമാരം മുതലുള്ള എൻ്റെ ഇടതുപക്ഷ ലോകവീക്ഷണത്തെ ബാധിക്കുന്നില്ല. അത് എൻ്റെ ദർശനത്തിൻ്റെ സാരമാണ്. നൃത്തവും കവിതയും എല്ലാം അനാവശ്യമായി കാണുന്ന ഒരു ലോകം വരികയാണ് എന്നാണ് സച്ചിദാനന്ദൻ കമൻ്റായി നൽകിയിരിക്കുന്നത്. പ്രമുഖ നർത്തകിയായിട്ടുള്ള ഡോക്ടർ സംപ്രീത കഴിഞ്ഞ ദിവസം തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്ര ഉത്സവത്തിൽ അപമാനകരമായ ഒരു അനുഭവം നേരിട്ടിരുന്നു. ദേവസ്വം ബോർഡ് നേരിട്ട് നടത്തുന്ന പരിപാടിയിൽ പ്രൊഫൈൽ അയച്ച് വിളിക്കപ്പെട്ട നർത്തകിയായ സംപ്രീത നൃത്തം ചെയ്തു കഴിഞ്ഞ് അടുത്തവർക്ക് വേണ്ടി അവസാനിപ്പിക്കാമെന്ന് കരുതി അത് പറയാനായിട്ട് മൈക്ക് എടുക്കാൻ വന്നപ്പോഴാണ് കാവുംഭാഗം തിരുവമ്പാടിയിലുള്ള ഒരാൾ, അയാളുടെ പേര് രഘുനാഥൻ എന്നാണ്, അയാൾ വരികയും നീ നിർത്തി ഇറങ്ങടി എന്ന് ആക്രോശിക്കുകയും ചെയ്തുവെന്ന് സംപ്രീത എഴുതിയിരിക്കുന്നു. നിർത്താൻ തന്നെയാണ് ഉദ്ദേശം, പക്ഷേ മാന്യമായിട്ട് സംസാരിക്കണമെന്ന് താൻ മറുപടി പറഞ്ഞുവെന്ന് സംപ്രീത പറയുന്നു. ഉടനെ അയാൾ തന്നെ മാന്യത പഠിപ്പിക്കുന്നോടി എന്ന് പറഞ്ഞുകൊണ്ട് അടിക്കാൻ ഓങ്ങിയെന്നും എന്നാൽ അടിക്കുക എന്ന് താൻ തിരിച്ചു പറഞ്ഞുവെന്നും നർത്തകിയായിട്ടുള്ള സംപ്രീത എഴുതിയിരിക്കുന്നു. അടുത്ത് നിന്നവർ അയാളെ പിന്താങ്ങുന്ന മനസ്സോടെ അയാളെ പിടിച്ചു മാറ്റുകയും സ്റ്റേജിന് പിറകിൽ കൊണ്ടുപോയി സംസാരിക്കുകയും ചെയ്തു കണ്ടുകൊണ്ട് ഓടി വന്ന എൻ്റെ ചേച്ചിയും അമ്മാവനും ഭർത്താവും സുഹൃത്തുക്കളും അടക്കമുള്ളവർ ചെന്ന് സംസാരിച്ചതോടെ അയാൾ അവിടെ നിന്ന് മാറി. കുറേയേറെ ഭീഷണി മുഴക്കിയാണ് അയാൾ എന്നോടും തുടർന്ന് ചെന്നവരോടുമെല്ലാം സംസാരിച്ചത്. ദേവസ്വം ബോർഡ് അഥവാ ആ അമ്പലത്തിലെ അധികാരികൾ എല്ലാവരും പൊടുന്നനെ അവിടെ ആ അക്രമിയുടെ പേരറിയാത്തവരായി മാറി. വിഷയമറിയാത്ത മറ്റൊരു സ്ത്രീയോട് ചോദിച്ചപ്പോൾ ഇയാളുടെ പേര് രഘുനാഥൻ എന്നാണെന്നും കാവുംഭാഗം തിരുവമ്പാടി ഭാഗത്തെ പൗരനാണെന്നും ദേവസ്വം ബോർഡുമായിട്ട് ബന്ധമില്ല എന്നുമൊക്കെ അറിഞ്ഞു. അങ്ങനെയിരിക്കെ എന്തുകൊണ്ട് അവർ വേദിക്ക് പിറകിൽ വന്നു? ഒരു പരിചയവും സാഹചര്യവും അറിയാതെ തന്നെ അപമാനിച്ചു എന്നാണ് സംപ്രീത എഴുതിയിരിക്കുന്നത്. അതിൻ്റെ ഉത്തരമായിട്ട് സംപ്രീത പറയുന്നത്, എൻ്റെ കല രാഷ്ട്രീയ പോരുകളുടെ ഇരയാകുന്നത് ആദ്യമായി ഇത്രയും വിഷമകരമായിട്ട് അനുഭവിക്കേണ്ടി വന്നു.
30 വർഷത്തോളം നീണ്ട നൃത്തജീവിതം തന്നെ ഏറ്റവും വലിയ അപമാനമായിട്ട് കരുതുന്നു. പ്രതികരിക്കുന്നവളെ എടി, പോടി, നിഷേധി, അഹങ്കാരി എന്നൊക്കെ വിളിക്കുന്ന പതിവ് എനിക്ക് ശീലമാണ്. പക്ഷേ എൻ്റെ ആത്മാഭിമാനം ഇത്തരം വൃത്തികെട്ടവർക്ക് മുന്നിൽ അടിയറോ പറയില്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ദേവസ്വം ബോർഡോ BJPയോ ഭരണപക്ഷമോ തമ്മിൽ എന്ത് എന്നത് മോഹിനിയാട്ട നർത്തകിയുടെ വിഷയമായ കാലത്തെ വിലയിരുത്താൻ വേണ്ട ടൂളോ സമയമോ എനിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സംപ്രീത ഈ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത്. അതിനുള്ള മറുപടിയായിട്ടാണ് കവി സച്ചിദാനന്ദൻ തനിക്ക് ഇന്നലെ കാൽ വെട്ടുമെന്നുള്ള ഭീഷണി സന്ദേശം ലഭിച്ചു എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത്. ഈ രീതിയിലുള്ള നിരവധി ആക്രമണ ഭീഷണി സന്ദേശങ്ങളും വധഭീഷണി സന്ദേശങ്ങളും തനിക്ക് കാലാകാലങ്ങളായി ലഭിച്ചുകൊണ്ടിരിക്കുന്നുവെന്നും അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒന്നാണ് ഈ കാൽവെട്ടൽ ഭീഷണിയെന്നും സച്ചിദാനന്ദൻ സൂചിപ്പിച്ചിരിക്കുന്നു. ശരി, വ്യക്തമാണ്. കവിയും സാഹിത്യകാരനുമായ കെ സച്ചിദാനന്ദന് വധഭീഷണി വന്നിരിക്കുന്നു എന്നതാണ് ഈ മണിക്കൂറിൽ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. സച്ചിദാനന്ദനെ ആക്രമിക്കുമെന്നാണ് ഇപ്പോൾ ഭീഷണി വന്നിരിക്കുന്നത്. വളരെയധികം വിമർശനങ്ങൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ വധഭീഷണി നേരിട്ടിരിക്കുന്നു എന്നൊരു വിവരം ലഭിക്കുന്നത്. കാൽ വെട്ടുമെന്നാണ് ഇപ്പോൾ ഭീഷണി വന്നിരിക്കുന്നത്. കാൽ വെട്ടുമെന്ന് കത്ത് ലഭിച്ചതായും സച്ചിദാനന്ദൻ വെളിപ്പെടുത്തുന്നുണ്ട്. എന്തായാലും സാഹിത്യകാരനും കവിയുമായ കെ സച്ചിദാനന്ദന് വധഭീഷണി നേരിട്ടിരിക്കുന്നു എന്നൊരു വാർത്തയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് ബനീഷാണ്.